ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഹോട്ട് ആൻഡ് കോൾഡ് ഡെസേർട്ടാണ് റെഡിയാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഐസ്ക്രീം, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീം ഒന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു കൗതുകമൊക്കെ തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കമൽ ഐസ്ക്രീം ആട്ടോ. അപ്പോൾ ചോദിക്കുക എന്താണ് ഈ ഐസ്ക്രീം തന്നെ എടുത്തതെന്ന്. അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഫാക്ടറിയിലേക്ക് പോകുന്നുണ്ട്. ഉടൻ തന്നെ ആ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. കമൽ ഐസ്ക്രീം ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ആ ഒരു രസകരമായ കാഴ്ചകളും എല്ലാം ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഐസ്ക്രീം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഐസ്ക്രീം ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ ഐസ്ക്രീം പൊരിച്ചത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ കറക്റ്റ് ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല പോലെ ഐസ്ക്രീം പൊരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുളമായി പോവും. അത് ഞാൻ തുടക്കം തന്നെ പറയുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ സ്കൂപ്പ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട്, ഇതുപോലുള്ള സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നല്ല ബോളിൻ്റെ ഷേപ്പിൽ, ഒരുപാട് നല്ല ഷേപ്പ് ആവണമെന്നില്ല, ഒരു മാക്സിമം ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് സ്കൂപ്പ് ചെയ്ത് വെക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നേരെ അങ്ങോട്ട് ഫ്രീസറിലോട്ട് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ അത് മെൽറ്റായിട്ട് പോകത്തില്ലേ. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രീസറിലോട്ട് വെച്ചിട്ട് വരാം. ഇനി ചെയ്യേണ്ടത് ഈ ഐസ്ക്രീം നമുക്കൊന്ന് ഫ്രീസ് ചെയ്യണം. ഫ്രീസറിലോട്ട് വെക്കുക, ഒരു 10 മിനിറ്റ് ഫ്രീസറിലോട്ട് വെക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട്. നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാവൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഐസ്ക്രീം പൊരിച്ചത് നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ്. ഈ കോൺഫ്ലെക്സ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അത്രയ്ക്ക് റേറ്റൊന്നുമില്ല, വിലക്കുറവാണ്. കണ്ടോ, ഇതുപോലൊരു ചെറിയൊരു പാക്കറ്റ് മേടിച്ചാൽ മതി. വലിയ പാക്കറ്റ് മേടിക്കേണ്ട, ഇതുപോലൊരു ചെറിയ പാക്കറ്റ് മേടിക്കുക. ഇനി ചെയ്യേണ്ടത് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഈ ഒരു കോൺഫ്ലെക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിയണ്ട, എന്നാലും ഒന്ന് ക്രഷ് ആയിട്ടിരിക്കണം, എന്നാൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടുക വേണം. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാൻ നമ്മുടെ കോൺഫ്ലെക്സ് നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കോൺഫ്ലെക്സ് പൊടിച്ചപ്പോൾ കുറച്ച് കുറവാട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന കോൺഫ്ലെക്സ് ആണ് ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊരു കവർ മേടിക്കുമ്പോൾ ആ ഒരു കവറിന് യൂസ് ചെയ്താൽ മതി. ഇനി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഫ്രീസറിലോട്ട് വെച്ച ഐസ്ക്രീം ഞാൻ വീണ്ടും പുറത്തെടുത്തു. ഇനി നമ്മുടെ കോൺഫ്ലെക്സ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. 15 മിനിറ്റ് ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്തതിന് ശേഷം എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മുടെ കോൺഫ്ലെക്സ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ ഐസ്ക്രീം 15 മിനിറ്റ് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് പോവും. നമ്മൾ സ്കൂപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി കട്ടിയാവും. അതാണ് നമ്മൾ സ്കൂപ്പ് ചെയ്തിട്ട് തന്നെ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം.
ദേ 5 സ്കൂപ്പ് ഐസ്ക്രീമും ഞാനിവിടെ കവർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 1 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യുക. ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. 1 മണിക്കൂർ നമുക്ക് വീണ്ടും ഇതിനെ ഫ്രീസറിലോട്ട് മാറ്റാം, എന്നിട്ടാണ് വീണ്ടും എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും മിസ്റ്റേക്ക് വരരുത്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺഫ്ലെക്സ് ഇവിടെ കുറവായതുകൊണ്ട് ഞാനൊരു 2 ബ്രെഡ് കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് കൂടി നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവാം, ബ്രെഡ് വെച്ച് നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റുമോയെന്ന്. ഞാൻ ഒരിക്കൽ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്തപ്പോൾ ഞാൻ ബ്രെഡ് മാത്രം ഉപയോഗിച്ച് ചെയ്തിരുന്നു, പക്ഷെ അന്ന് അത്ര ശരിയായിട്ട് വന്നില്ല. ഇനി ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണോ എന്ന് അറിയത്തില്ല. ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ശരിയായിട്ടില്ലായിരുന്നു. എന്തായാലും ഞാൻ ബാക്കി വന്ന കോൺഫ്ലെക്സും ബ്രെഡും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ ഇതേ മെത്തേഡിൽ ഒന്ന് ബ്രെഡ് വെച്ച് ചെയ്ത് നോക്കുക, ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട്. കാരണം ഞാനന്ന് ഒരുപാട് നേരം ഒന്നും ഫ്രീസ് ചെയ്യാതെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതും അങ്ങോട്ട് മാറ്റി വെച്ചു. അടുത്തതായിട്ട് 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ 1 മുട്ട എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. 1 മുട്ട മതി കേട്ടോ, ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ബ്രെഡും നമ്മുടെ കോൺഫ്ലെക്സും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു കൂട്ടുകൂടി എടുത്ത് വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ഐസ്ക്രീമിനെ പുറത്തെടുത്തു. ഇപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് ഇരിക്കുകയാണ്. ഇനി വീണ്ടും നമുക്ക് ചെയ്യേണ്ട ഈ മുട്ടയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡും നമ്മുടെ കോൺഫ്ലെക്സും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു കൂട്ടിലേക്ക് ഇത് വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നല്ല ഫ്രീസായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മെൽറ്റായിട്ട് പോകത്തില്ല, അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്തു. ഇപ്പം നല്ല ഷേപ്പ് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് വീണ്ടും 1 മണിക്കൂർ വീണ്ടും ഫ്രീസറിലോട്ട് വെക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും. ഞാൻ വീണ്ടും ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, മൊത്തം നമ്മൾ എടുത്തത് ആദ്യം 15 മിനിറ്റ് വെച്ചു, പിന്നെ 1 മണിക്കൂർ വെച്ചു. ആകെ മൊത്തം 2.25 മണിക്കൂർ നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐസ്ക്രീമിനെ. അടുത്തതായിട്ട് ചെയ്യേണ്ടത് വീണ്ടും 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. പറയുന്ന മനസ്സിലാവുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ അടുപ്പിലോട്ടൊരു പാൻ വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായി കിടക്കണം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ വീണ്ടും ഫ്രീസറിൽ വെക്കുകയാണ്. ഇത് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം മറ്റേ ഐസ്ക്രീം നമുക്ക് ഫ്രീസറിൽ നിന്നും വീണ്ടും പുറത്തെടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു 40 സെക്കൻഡിൽ കൂടുതൽ ഇത് ഫ്രൈ ചെയ്യാൻ പാടില്ല. നിങ്ങളൊന്ന് സമയം ചെക്ക് ചെയ്തോളൂ. 40 സെക്കൻഡ് മാത്രം ഇടുക. അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്താൽ മതി. തീയൊന്നും കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെറും 40 സെക്കൻഡ് മാത്രം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ നമ്മുടെ ഐസ്ക്രീം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആരുടെയൊക്കെയോ വായിൽ വെള്ളം വരികയാണ്. അപ്പം ഞാൻ ബാക്കി ഐസ്ക്രീം കൂടി എടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുകൂടി ഒന്ന് നല്ലൊരു ഗോൾഡൻ നിറം ആവുന്ന വരെ ഫ്രൈ ചെയ്യാം. അത് നോക്കണ്ട, നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 40 സെക്കൻഡ് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ഡെസേർട്ടാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം പൊരിച്ചത് ഇവിടെ റെഡിയായി. നമുക്ക് ഈ ഹോട്ടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യണം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. ശരിക്കും വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു ഡെസേർട്ടാണിത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആട്ടോ. ഐസ്ക്രീം അല്ലേ, പിന്നെ ടേസ്റ്റ് ഇല്ലാതിരിക്കും അല്ലേ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. ഒരെണ്ണം എടുത്തിട്ടുണ്ട്, നമുക്കിങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഐസ്ക്രീം മെൽറ്റ് ആയിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെ ഉണ്ട്. മെൽറ്റ് ആയിട്ടേ ഇല്ല നമ്മുടെ ഐസ്ക്രീം. കണ്ടോ,
നല്ല ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീം പൊരിച്ചത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉടനെ തന്നെ ഐസ്ക്രീം ഫാക്ടറിയിലോട്ട് പോകുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണണ്ടേ, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. പിന്നെ കമൽ ഐസ്ക്രീം ഫാക്ടറിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.